ഹലോ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പൊ ഡൽഹി പോലീസില് ചോദിക്കാൻ സാധ്യതയുള്ള സയൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുവാണ്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Kandla is the SI unit of which of the following base quantities? ഇതാണ് തന്നിട്ടുള്ള ബേസ് ക്വാണ്ടിറ്റീസില് ആരുടെ യൂണിറ്റ് ആണ് കാൺല എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ഒരു ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഏതെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കൂടിച്ചേർന്ന് പിന്നെ ഫോം ചെയ്തവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിക്കാനുണ്ട്. ഓക്കെ, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതല്ലാണ്ട് നിങ്ങൾ ഫിസിക്സിൽ കാണുന്ന ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും എന്ത് തന്നെയാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഓക്കെ, 1 ലെങ്ത്, 2 മാസ്, 3 ടൈം, 4 ടെമ്പറേച്ചർ, 5 കറണ്ട്, 6 amount of substance. Okay, last one luminous intensity. Okay, ഇതാണ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഓക്കെ, ഇതില് ലെങ്തിന്റെ SI യൂണിറ്റ് എന്താണ്? ലെങ്തിന്റെ എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, മാസിന്റെ കിലോഗ്രാം, ടൈമിന്റെ സെക്കൻഡ് ആണ്, ടെമ്പറേച്ചറിന്റെ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. എന്താണ്? ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്. എന്നാൽ SI യൂണിറ്റ് ആയിട്ട് പറയുന്നത് ആരെയാണ്? കെൽവിനെയാണ് SI യൂണിറ്റ് ആയിട്ട് പറയുന്നത്. കെൽവിൻ K. ഓക്കെ, കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ഓക്കെ, കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ആണ്, മോൾ. ഓക്കെ, ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസറും. എന്താണ്? കാൺല CD. ഓക്കെ, അപ്പം ആരുടെ യൂണിറ്റ് ആണ് കാൺല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ യൂണിറ്റ് ആണ്? ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ബാക്കി ലെങ്ത്, മാസ്, ടൈം അല്ല, ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ലൂമിനസ് ഇന്റൻസിറ്റി എന്താണ്? ഇപ്പൊ നമ്മള് ഒരു ബൾബ് നമ്മൾ ഓൺ ചെയ്യുവാണെങ്കിൽ, ലൈറ്റ് ഇടുവാണെങ്കിൽ ആ ബൾബിൽ നിന്നും എത്രത്തോളം ലൈറ്റ് പുറത്തോട്ട് വന്നു, ആ വന്ന ലൈറ്റിന്റെ അളവ്, ഇന്റൻസിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കാൺല. ഓക്കെ, അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ ഓർത്തിരിക്കുക മോള്, കറണ്ടിന്റെ ആംപിയർ ആണ്. ബാക്കി മാസും ലെങ്തും ടൈമും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചറിന്റെ കെൽവിൻ ആണ്. ഓക്കെ, അപ്പൊ ബാക്കി 4 പേരുടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഓക്കെ, ഈ 7 ക്വാണ്ടിറ്റീസ് അല്ലാണ്ട് നിങ്ങൾ ബാക്കി നമ്മുടെ ഈ ഒരു എന്താണ് ഫിസിക്സിൽ കാണുന്ന ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും എന്താണ്? അതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക്, എനർജി, പവർ, ഇതെല്ലാം. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റീസ്, ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ, അതെല്ലാം. ഓക്കെ, അതെല്ലാം എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, അപ്പം അടുത്തത് നോക്കി. ഓക്കെ, നമ്മുടെ NTPC 2026 നമ്മുടെ അടുത്ത വർഷത്തെ RRB NTPCക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ താല്പര്യമുള്ളവര് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ദിശ അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് എന്താണ് മോക്കായിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കാണുക. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു പറഞ്ഞതിൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
Okay, which of the following is the SI unit of energy? Okay, എനർജിയുടെ SI യൂണിറ്റ് എന്താണ്? എനർജിയുടെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഓക്കെ, ന്യൂട്ടൺ എന്ന് പറയുന്ന ആരുടെ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ്? ഫോഴ്സ് ഈക്വൽസ് എം ഇൻറ്റു എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ഇൻറ്റു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്? മീറ്റർ, ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ആരാണ്? അത് ജൂളാണ്. ഓക്കെ, ജൂളിനെയാണ് നമ്മൾ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത്. വർക്കിന്റെ അതേ യൂണിറ്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എനർജി എന്ന് പറയുന്നത്. വർക്ക് എന്ന് പറയുന്നത് തന്നെയാണ് എനർജി. ഓക്കെ, എത്ര വർക്ക് ചെയ്യാൻ പറ്റും അതിന്റെ കപ്പാസിറ്റിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എനർജി. വർക്കിന്റെ എനർജിയുടെ ഒക്കെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണ്. ഓക്കെ, വർക്ക്, എനർജി, അതുപോലെ തന്നെ ഹീറ്റും ഒരു എനർജിയാണ്. ഓക്കെ, അപ്പൊ വർക്ക്, എനർജി, ഹീറ്റിന്റെ ഒക്കെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ജൂളിനെ പറയാം നമുക്ക് ന്യൂട്ടൺ മീറ്റർ എന്നും പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് SI യൂണിറ്റ് ഓഫ് എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബി ഓപ്ഷൻ എന്താണ്? ജൂൾ ആണ് ആൻസർ എന്ന് പറയാം. ഓക്കെ, ഈ കിലോ വാട്ട് ആരുടെ യൂണിറ്റ് ആണ്? പവറിന്റെ ഇക്വേഷൻ എന്താണ്? ഒരു ഇത്ര സമയം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം, ആ ടൈമിനുള്ളിൽ എത്രത്തോളം വർക്ക് നടത്താം, ഓക്കെ, എത്രത്തോളം വർക്ക് ഡൺ ആയി, അതാണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ, പവറിന്റെ യൂണിറ്റ് നോക്കിയേ. വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. ടൈമിന്റെ സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയാം. ഈ ജൂൾ പെർ സെക്കൻഡിനെ പറയുന്ന വേറൊരു പേരാണ് വാട്ട് എന്ന് പറയും. ഓക്കെ, വാട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോ? കിലോ വാട്ട്. ഓക്കെ, അതൊന്നുമില്ല. 10⁻³ വാട്ട് ആണ് എന്തെന്ന് പറയുന്നത്? കിലോ വാട്ട് എന്ന് പറയുന്നത്. ഒരു കിലോ വാട്ട് എന്ന് പറയും. ഓക്കെ, ഒരു കിലോ വാട്ട് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ വാട്ട് എന്തായാലും ആരുടെ യൂണിറ്റ് ആണ്? പവറിന്റെ യൂണിറ്റ് ആണ്. ഹോഴ്സ് പവറോ അത് പേരിൽ തന്നെയുണ്ട്. ഹോഴ്സ് പവർ എന്തിന്റെ യൂണിറ്റ് തന്നെയാണ്? പവറിന്റെ യൂണിറ്റ് തന്നെയാണ്. ഹോഴ്സ് പവർ എത്ര വാട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 746 വാട്ടാണ്. ഓക്കെ, ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 746 വാട്ടാണ്. ആ വാല്യൂ ഓർത്തിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എനർജീനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി, കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ എന്ന് പറയും. കിലോ വാട്ട് അവർ. ഓക്കെ, കിലോ വാട്ട് ആരുടെ യൂണിറ്റാ? പവറിന്റെ. അവർ, ടൈം. ഓക്കെ, പവർ ഇൻറ്റു ടൈം ആരാ? ഓക്കെ, പവർ ഇൻറ്റു ടൈം ആരാ? വർക്ക്. അപ്പൊ ഈ എഴുതിയിരിക്കുന്നത് ആരുടെയാണ്? വർക്ക് അല്ലെങ്കിൽ ആരുടെയാണ്? എനർജിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കിലോ വാട്ട് അവർ എന്ന് പറയും. ഓക്കെ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, അത് എനർജി തന്നെയല്ലേ? ആ ഇലക്ട്രിസിറ്റിനെ ഏത് യൂണിറ്റിലാണ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കിലോ വാട്ട് അവറിലായിരിക്കും നമുക്ക് പറയുന്നത്. ഓക്കെ, ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻⁶ ജൂൾ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 3.6 × 10⁻⁶ ജൂൾ ആണ് ഒരു കിലോ വാട്ട് അവർ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ന്യൂട്ടൺ ആരുടെ യൂണിറ്റ് ആണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ആരെന്ന് പറയുന്നത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ആരുടെയൊക്കെ യൂണിറ്റ്സ് ആണോ പറഞ്ഞത് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. Okay, next question. Which instrument is used to measure the altitude of എയർക്രാഫ്റ്റുകളുടെയൊക്കെ ഓൾട്ടിറ്റ്യൂഡ്, എത്ര ഹൈറ്റിലാണ് അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ആ പേരിൽ നിന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ഇൻസ്ട്രുമെന്റ് എന്താന്ന് പറയാവുന്നതേ ഉള്ളൂ. എന്താണ്? എയർക്രാഫ്റ്റിന്റെ ഓൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓൾട്ടിമീറ്റർ. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് ആ വാക്കിൽ തന്നെയുണ്ട്. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഓൾട്ടിമീറ്റർ യൂസ് ചെയ്യാം. അടുത്തത് ആക്സിലറോമീറ്റർ. ആക്സിലറേറ്റ്, അതിലും ആ വാക്കിൽ തന്നെ ഉണ്ട്. എന്താണ്? ആക്സിലറേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി സീലോമീറ്റർ.
ഓക്കെ, സീലിയോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുന്നത്? ക്ലൗഡ് ഒക്കെ ഉണ്ടല്ലോ, ക്ലൗഡ് ഒക്കെ എത്ര ഹൈറ്റിലാണ് അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലൗഡ് മേഘങ്ങളൊക്കെ എത്ര ഹൈറ്റിലാണ് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സീലിയോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പം എന്തെങ്കിലും അറ്റ്മോസ്ഫിയറിൽ സ്മോക്ക്, അതേപോലെ തന്നെ ഫോഗോ അല്ലെങ്കിൽ എന്താ ഡസ്റ്റോ, ഇതൊക്കെ എത്ര ഹൈറ്റിൽ ഇതൊക്കെ ഉണ്ട് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? സീലിയോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആക്ടിനോമീറ്റർ. ആക്ടിനോമീറ്റർ എന്തിനു വേണ്ടിയിട്ട്? ലൈറ്റിന്റെ ഇന്റൻസിറ്റി. ഓക്കെ, ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ആക്ടിനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടി എന്താണ്? ഓൾട്ടിമീറ്റർ. ആക്സിലറേഷൻ ആക്സിലറോമീറ്റർ. ക്ലൗഡിന്റെ ഒക്കെ ഹൈറ്റ് മെഷർ ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? സീലിയോമീറ്റർ. ആക്ടിനോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അല്ലാണ്ട് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? ബാരോമീറ്റർ യൂസ് ചെയ്യുന്നത്. മാനോമീറ്റർ ആണെങ്കിലോ, മാനോമീറ്റർ പ്രഷർ മെഷർ ചെയ്യാൻ തന്നെയാണ് ആരുടെ? ഫ്ലൂയിഡ്സിന്റെ. ഓക്കെ, ഫ്ലൂയിഡ്സിന്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ എന്തിനാണ്? ലിക്വിഡ്സിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, ലിക്വിഡ്സിന്റെ ഒക്കെ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഹൈഗ്രോമീറ്ററോ? ഹൈഗ്രോമീറ്റർ ഇത് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹ്യൂമിഡിറ്റി, അറ്റ്മോസ്ഫിയറിലേക്ക് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഹൈഗ്രോമീറ്റർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ വെഞ്ചുറിമീറ്റർ. വെഞ്ചുറിമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ലിക്വിഡ്സിന്റെ ഒക്കെ ഫ്ലോയിന്റെ റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് എത്ര ഒരു ടൈമിൽ എത്രത്തോളം ലിക്വിഡ് ആണ് പോകുന്നത് അത് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്. ഓക്കെ, ലിക്വിഡ് അല്ലെങ്കിൽ എന്താണ്? ഫ്ലൂയിഡ്. ഓക്കെ, ഫ്ലൂയിഡിന്റെ ആ ഒരു റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? വെഞ്ചുറിമീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ഒരു എന്താണ് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, next question. The rate of change of momentum of a body is proportional to the unbalanced force applied in the direction of force. This is known as dash. ഏത് ലോ ആണെന്നാണ് ചോദിക്കുന്നത്? സെക്കൻഡ് ലോ, ലോ ഓഫ് ഇനേർഷ്യ. ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആക്ച്വലി ഏത് തന്നെയാണ്? ഫസ്റ്റ് ലോ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ. ഏതാണ്? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇനേർഷ്യയെ പറ്റി പറയുന്നതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാല് നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഒരു ബോഡിയുടെ മുകളിൽ അപ്ലൈ ആവുന്നത് വരെ അത് വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരും, അല്ലെങ്കിൽ ഒരു ബോഡി മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ തുടരാനുള്ള ഒരു അവസ്ഥയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്. ഓക്കെ, റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരും, മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ തുടരും. എപ്പം വരെ? പുറത്തുനിന്ന് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അതിന്റെ മുകളിൽ വരുന്നവരെ അത് ആ ഒരു ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ ആ ബോഡി ഇരിക്കുന്നത് ആ സ്റ്റേറ്റിൽ നിന്നും ആ ബോഡിക്ക് സ്വന്തമായിട്ട് മാറാൻ പറ്റത്തില്ല. ആ ഒരു ഇന്നബിലിറ്റി, അതിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നത് ആരെ തന്നെയാണ്? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് നമുക്ക് ഫോഴ്സിനെ പറ്റിയൊക്കെ ഒരു ഡെഫിനിഷനും കാര്യങ്ങളും. ഫസ്റ്റ് ലോയിൽ നമ്മൾ ചുമ്മാ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫോഴ്സിനെ പറ്റി കൃത്യമായിട്ട് ഒരു ഇക്വേഷനും ഡെഫിനിഷനും ഒക്കെ തന്നത് ഏതിലാണ്? നമുക്ക് സെക്കൻഡ് ലോയിലാണ് കിട്ടിയത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെക്കൻഡ് ലോയിൽ പറയുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തെന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ഒരു പി എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം ആണ്. ഓക്കെ, മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് mv എന്ന് പറയുന്നത്. മാസും അതുപോലെ തന്നെ എന്താണ്? ആക്സിലറേഷൻ. ഓക്കെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? മൊമെന്റം, ആക്കം എന്ന് പറയും. ഓക്കെ, ഈ മൊമെന്റം ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? മാസിനെയും ഡിപ്പെൻഡ് ചെയ്യും, വെലോസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും.
ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നോക്കിയ dp ബൈ dt ഞാൻ എഴുതി. ഈ പിന്റെ സ്ഥലത്ത് ഞാൻ എന്ത് കൊടുക്കുവാണ്? എം വി കൊടുക്കുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, എം വി. ഇതിലെ മാസ് കോൺസ്റ്റന്റ് ആയിട്ട് മാസിനെ നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ എഫ് ഈക്വൽസ് എന്ത് വരും? ഡി വി ബൈ ഡി ടി എന്ന് വരത്തില്ലേ? ഡി വി ബൈ ഡി ടി എന്താണ്? സമയത്തിനനുസരിച്ച് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് നമ്മൾ എന്തെന്നാ പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയും. അപ്പൊ എഫ് ഈക്വൽസ് എം എ. അതാണ് നമ്മൾ എപ്പോഴും കാണുന്നത്, നമ്മൾ കുഞ്ഞിലെ ക്ലാസ്സുകളിലൊക്കെ കാണുന്ന ഇക്വേഷൻ ആണ് എഫ് ഈക്വൽസ് എം എ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഏത് ലോയിൽ നിന്നുമാണ്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നിന്നുമാണ് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഫോഴ്സിനെ പറ്റി ഒരു ഇക്വേഷനും കാര്യങ്ങളും ഡെഫിനിഷനും ഒക്കെ കൃത്യമായിട്ട് തന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിലാണ്. തേർഡ് ലോ എന്താണ്? എവരി ആക്ഷൻ ഹാസ് എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, ഏതൊരു ആക്ഷനും അതിന് തുല്യ വിപരീതമായിട്ട് എഗൻസ്റ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പം തേർഡ് ലോ ഓഫ് മോഷൻ നമുക്ക് എല്ലാ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മൾ നടക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയുടെ മുകളിലായിട്ട് നടക്കാനായിട്ട് പറ്റുന്നേ? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് അതിന് തുല്യ വിപരീതമായിട്ട് വേറൊരു ഫോഴ്സ് ഉണ്ട്, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ റോക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂജ് എമൗണ്ട് ഗ്യാസ് കാര്യങ്ങളെല്ലാം പുറത്തോട്ട് വിടുന്നുണ്ട്. അതിന്റെ ഒരു ഫോഴ്സ് കാരണമാണ് ഇത് എന്ത് ചെയ്യുന്നത്? മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ തേർഡ് ലോ ഓഫ് മോഷന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് മോഷനിലാണ് മെയിൻ ആയിട്ട് ഇനേർഷ്യ പറയുന്നത്. ഇനേർഷ്യ റെസ്റ്റ് കാരണമുള്ള ഇനേർഷ്യ ഉണ്ട്, മോഷൻ കാരണമുള്ള ഇനേർഷ്യ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യാ? നമ്മുടെ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷനിൽ വരുന്ന ഒരു പോർഷൻ ആണ് ഇതൊക്കെ. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 3 ലോസ് പഠിച്ചു വെക്കുക. ലോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ എക്സാമ്പിൾസ് ഓർത്തിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ എന്താ? ഓക്കെ, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത്യാവശ്യം നല്ല റേഞ്ച് ഉള്ള ഫോഴ്സ് ആണ്. പക്ഷെ സംഭവം ഫോഴ്സ് വീക്ക് ആണെങ്കിലും അത് വലിയ റേഞ്ചിൽ അതിന്റെ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊരു 2 ബോഡിയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, യൂണിവേഴ്സിലെ എല്ലാ ഓബ്ജക്ട്സും നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ എർത്തിന്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നതും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടിട്ടാണ്. എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സെന്ററിലോട്ട് നമ്മളെ എല്ലാരെയും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എർത്ത്. ഏത് ഫോഴ്സ് ഉപയോഗിച്ചിട്ട്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഗ്രാവിറ്റി എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പേന ഇങ്ങനെ താഴോട്ട് ഇടുവാണെന്ന് വിചാരിക്കുക. ഇതെന്താണ്? ഫ്രീലി ഫോൾ ചെയ്യുവാണ്, താഴോട്ട് പോവാണ്. അത് എന്തുകൊണ്ടാണ് താഴോട്ട് പോകുന്നേ? ഇത് എന്തുകൊണ്ടാണ് താഴോട്ട് പോകുന്നത്? എർത്ത് താഴെ നിന്നും എന്ത് ചെയ്യുവാണ്? എർത്തിന്റെ സെന്ററിലോട്ട് എല്ലാത്തിനെയും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പിന്നെ താഴോട്ടേ പോകത്തുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു പേന ഞാൻ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ എർത്ത് അതിന്റെ ഫോഴ്സ് ഉപയോഗിച്ച് അട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ. ആ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉപയോഗിച്ചാണല്ലോ. അപ്പൊ ഫോഴ്സ് കൊണ്ടിട്ട് ഈ ഒരു പേനയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ആ ആക്സിലറേഷന് പറയുന്ന പേരാണ് ജി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ പറയും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റി കാരണം ഉണ്ടാവുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന ആക്സിലറേഷനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയായിരിക്കും. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ന്യൂട്ടൺ തന്നെ ഒരു ലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് ആ ലോയിനെ പറയുന്നത്. ഓക്കെ, ഏത് 2 ഓബ്ജക്റ്റും മാസമുള്ള ഏത് 2 ഓബ്ജക്റ്റ് ആണെങ്കിലും അവർ എന്ത് ചെയ്യുന്നുണ്ട്? തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അട്രാക്ഷൻ ഉണ്ട് അവരുടെ ഇടയിൽ. ഓക്കെ, ആ 2 മാസസിന്റെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? 6 ഡിസ്റ്റൻസ് ആക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞു? ഫോഴ്സ് ഈ 2 മാസുകളുടെ പ്രോഡക്റ്റിനും അതേപോലെ തന്നെ ഈ 2 മാസുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മാസുകളുടെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അതേപോലെ തന്നെ മാസുകളുടെ ഇടയിലുള്ള ദൂരം ആറിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്.
ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുള്ള ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇതിന്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഇതിന്റെ വാല്യൂ എന്താണ്? ഓക്കെ, സി ഓപ്ഷൻ ആണ്. 6.67 into 10⁻⁻11. യൂണിറ്റ് നോക്കിയേ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. യൂണിറ്റും ഇമ്പോർട്ടന്റ് ആണ്. നോക്കി ഇവിടുന്ന് ജി എങ്ങനെ കണ്ടുപിടിക്കാം? ജീനെ അവിടെ ഇട്ടിട്ട് നോക്കിയേ, ആർ സ്ക്വയറിന് ഇവിടെ കൊണ്ടുവന്നു. എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2 എന്നായി. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ഡിസ്റ്റൻസോ നോക്കി, ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, അപ്പൊ അത് മീറ്റർ സ്ക്വയർ. ഇത് രണ്ട് മാസം അല്ലേ, അപ്പൊ കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം, കിലോഗ്രാം സ്ക്വയർ. അത് തന്നെയാണ് ഈ യൂണിറ്റ് എഴുതിയിരിക്കുന്നത്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ആരുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇത് ഒരു കോൺസ്റ്റന്റ് ആണ്, ആ വാക്കിൽ തന്നെ ഉണ്ട് കോൺസ്റ്റന്റ്. ഇത് എപ്പോ എവിടെ പോയാലും, എർത്തിലാണെങ്കിലും വേറെ ഏതെങ്കിലും എന്താണ് നമ്മള് പ്ലാനറ്റ്സിൽ പോയാലും എവിടെ പോയാലും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? മാറത്തില്ല, എല്ലായിടത്തും ഒരുപോലെ തന്നെ നിൽക്കുന്ന കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിനിപ്പോ നമ്മുടെ എർത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ജസ്റ്റ് എന്താണ്? m1 m2 എന്ന് എഴുതുന്നതിനെ കാട്ടി നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ജി ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ആർ സ്ക്വയർ എന്ന് പറയും. ഇത് നമ്മുടെ എർത്ത്, ഇത് നമ്മുടെ എർത്തിന്റെ മുകളിൽ ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മള്. ഓക്കെ, അതിന്റെ മുകളിലുള്ള ഒരു ഒബ്ജക്റ്റ്. ഇത് ജനറൽ ആയിട്ട് പറയുന്ന ഇക്വേഷൻ ആണ്. ഇത് യൂണിവേഴ്സിലുള്ള ഏത് രണ്ട് ബോഡീസും ആവാം. ഇത് നമ്മൾ എർത്തിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഇക്വേഷൻ ആക്കി എടുക്കുക. m1 m2 കാട്ടിയും ബെറ്റർ ആയിട്ട് എർത്ത് ക്യാപിറ്റൽ എമ്മും എർത്തിന്റെ മുകളിലുള്ള ഒബ്ജക്റ്റ് സ്മോൾ എം. ഓക്കെ, ഇതിൽ നിന്നും തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം? ജിയുടെ ഇക്വേഷൻ, സ്മോൾ ജിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? എം എ അല്ലേ ഈ ഫോഴ്സ് എന്ന് പറയുന്നത്? എഫ് ഈക്വൽസ് എം എ. എം എ മാറ്റിയിട്ട് എം ജി എന്ന് കൊടുക്കാം. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ജി എന്ന് കൊടുക്കുക. ഇത് നോർമൽ ആക്സിലറേഷൻ അല്ലല്ലോ, ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻ അല്ലേ, അതുകൊണ്ട് എം ജി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം എഫ് ഈക്വൽസ് ജി ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈ എഫിന് പകരം എം ജി എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ. ഈ സ്മോൾ എമ്മും കൂടെ പോകത്തില്ലേ, അപ്പൊ ജിയുടെ ഇക്വേഷൻ കിട്ടത്തില്ലേ? ജി ഈക്വൽസ് ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാസം ആരുടെ മാസമാണ്? എർത്തിന്റെ മാസമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ എർത്തിന്റെ മുകളിലുള്ള ഓബ്ജക്ട്സിന്റെ ഒന്നും മാസിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആരുടെ മാസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ എർത്തിന്റെ മാസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എർത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഒരു ഒബ്ജക്റ്റ്, അതിന്റെ മുകളിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ മാസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സ്മോൾ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, the horizontal distance between two adjacent crust or trough is known as dash. Okay, രണ്ട് adjacent ക്രസ്റ്റുകളോ ട്രഫുകളുടെ ഇടയിലുള്ള ദൂരത്തിനെ പറയുന്നത് എന്താണ്? ഓക്കെ, നോക്കിയേ, ഇതാണ് ഒരു വേവ്. ഓക്കെ, ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചത് എന്താണ്? അതൊരു ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. പാർട്ടിക്കിൾസ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന പൊസിഷൻ ആണ് ഇത്. ഓക്കെ, ആ ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാറാൻ നേരത്താണ് അത് എന്ത് ചെയ്യുന്നത്? ഈ ഒരു വേവ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ മുകളിലോട്ടുള്ള ഇതിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ താഴോട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്ന ട്രഫ്. ഓക്കെ, ഇത് അടുത്ത ക്രസ്റ്റ് ആണല്ലോ. ഓക്കെ, ഈ രണ്ട് ക്രസ്റ്റുകളുടെ ഇടയിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ലാംഡ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ രണ്ട് അഡ്ജസന്റ് ക്രസ്റ്റുകൾ, അല്ലെങ്കിൽ നോക്കിയേ, ഇത് അടുത്ത ട്രഫ് അല്ലേ, ഈ രണ്ട് ട്രഫിനിടയിലുള്ള ദൂരവും എന്ത് തന്നെയാണ്? വേവ് ലെങ്ത് ആണ്. അപ്പം രണ്ട് അഡ്ജസന്റ് ആയിട്ടുള്ള ക്രസ്റ്റുകളോ അല്ലെങ്കിൽ രണ്ട് അഡ്ജസന്റ് ആയിട്ടുള്ള ട്രഫുകളോ, ഓക്കെ, അപ്പൊ അഡ്ജസന്റ് ക്രസ്റ്റുകളോ അഡ്ജസന്റ് ട്രഫുകളുടെ ഇടയിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് എപ്പോഴും നമ്മൾ പറയുന്ന വേവ് ലെങ്ത് ഉണ്ടല്ലോ, അത് എപ്പോഴും ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും.
വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഫ്രീക്വൻസി കുറവാണെന്നാണ്. ഓക്കെ, ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഫ്രീക്വൻസി എന്താണ്? ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ കൂടെ എത്ര വേവ് കടന്നു പോയി, അതാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വേറൊരു ഗ്രാഫ് കൂടെ വരയ്ക്കുവാണേ. ഓക്കെ, ഇത് അടുത്തൊരു ഗ്രാഫാണ്. ഓക്കെ, ഈ പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തില്ലേ? ആ പോയിന്റ് ഞാൻ ഇതേപോലെ താഴോട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കുവാണ്. ഓക്കെ, ഈ ഗ്രാഫിലാണോ ഫ്രീക്വൻസി കൂടുതൽ? ഈ ഒരു പോയിന്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്തത്. ഓക്കെ, ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ് കൂടെ ഇതിൽ ഒത്തിരി വേവ്സ് കടന്നുപോയി. ഇതിലോ ഓക്കെ, ഇത്ര മാത്രമല്ലേ കടന്നുപോയുള്ളൂ. ഒരു വേവ് എന്ന് പറയുന്നത് എന്തോ? ഒരു ക്രസ്റ്റും ഒരു ട്രഫും എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു വേവ് എന്ന് പറയുന്നത്. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടെ ചേരുന്നതാണ് ഒരു വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ കൂടെ നോക്കി കുറച്ചല്ലേ കടന്നു പോയുള്ളൂ. പക്ഷെ ഈ ഒരു പോയിന്റിൽ കൂടെ ഇത്രയും വേവ്സ്, നമ്പർ ഓഫ് വേവ്സിന്റെ എണ്ണം കൂടുതലല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഫ്രീക്വൻസി കൂടുതലാണ്. ഓക്കെ, ഫ്രീക്വൻസി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കുറയും? വേവ് ലെങ്ത് കുറയും. നോക്കിയേ, ഇതൊരു ട്രഫ്, ഇത് അടുത്ത ട്രഫാണ്. ഇതിന്റെ ഇടയിലുള്ള ദൂരം നോക്കി, ഇത്തിരിയല്ലേ ഉള്ളൂ. ഇവിടെ നോക്കി ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഫ്രീക്വൻസി കൂടുന്തോറും വേവ് ലെങ്ത് എന്ത് ചെയ്യും? കുറയുവാണ് ചെയ്യുന്നത്. അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, രണ്ട് ക്രസ്റ്റിന്റെയോ രണ്ട് റഫിന്റെയോ ഇടയിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ പോയിന്റ് കൂടെ അല്ലെങ്കിൽ ഒരു സെക്കൻഡില് ഒരു പർട്ടിക്കുലർ പോയിന്റ് കൂടെ എത്രത്തോളം വേവ്സ് കടന്നുപോയി അതിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ക്രസ്റ്റ് ഓർ ട്രഫ് എന്ന് പറയുന്നത് എന്താണ്? വേവ് ലെങ്ത് ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം നമ്മുടെ SSC GD ഓക്കെ, അതിന് വേണ്ടിയിട്ടും എന്താണ് ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഈ ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഈ യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് തോന്നില്ലേ? അപ്പൊ നിങ്ങക്ക് എന്താണ് എല്ലാം നന്നായിട്ട് എന്തായാലും പഠിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ആ ഫയർ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വർഷം, നമുക്ക് അടുത്ത വർഷം, ഓക്കെ, ഈ ഒരു വർഷം തീരാറായി, അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? നമുക്കൊരു ജോലിയിൽ കയറണം അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങക്ക് അത്രയും എന്താണ് ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ? എന്തായാലും എന്ത് ഈ ഒരു മീൻസ് ഈ 2026 തന്നെ എന്ത് ചെയ്യുക? കയറാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ എന്താണ് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എന്തെങ്കിലും സംശയ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഡെമോ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് കയറി നോക്കാം. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following has the highest specific heat capacity? Okay, ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് ഇതിൽ ആർക്കാണ്? ഓപ്ഷൻസ് നോക്കിയേ. വാട്ടർ, പീസ് ഓഫ് അയൺ, പീസ് ഓഫ് ഗോൾഡ്, അതേപോലെ തന്നെ ആരാണ്? ക്ലോറോഫോം. ഓക്കെ, ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത്? നോക്കിയേ, വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത്. ഓക്കെ, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ ഒരു സബ്സ്റ്റൻസ് എടുക്കുവാണ്. ആ സബ്സ്റ്റൻസിന് നമുക്ക് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണമെന്ന് വിചാരിക്കാം. ഇപ്പം ഇതൊരു 6 ഡിഗ്രി സെൽഷ്യസിൽ ഇരുന്ന ഒരു സബ്സ്റ്റൻസ് ആയിരുന്നു, അതിനെ 7 ഡിഗ്രി സെൽഷ്യസ് ആക്കണം. എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസം എനിക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അത്രയും എനിക്ക് കൂട്ടണം. കൂട്ടുകയാവാം, കുറയ്ക്കുകയാവാം. ഈ ഒരു വ്യത്യാസം എന്തായാലും എനിക്ക് കൊണ്ടുവരണം. ഞാൻ ഇപ്പൊ ഇവിടെ കൂട്ടുന്ന പോലെ എടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം ഹീറ്റ് എന്ന് പറയുന്ന ഒരു എനർജി ഇതിന് കൊടുക്കണം? ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന Q വെച്ചിട്ടാണ് എത്രത്തോളം ഹീറ്റ് ഞാൻ ഇതിന് കൊടുക്കണം, അതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി ക്യാപിറ്റൽ C എന്ന് പറയുന്നത് എന്താണ്? Q ബൈ എന്താണ്? നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കണം? ഓക്കെ, 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഒരു ഹീറ്റില് എത്ര ഹീറ്റ് കൊടുക്കണം 1 ഡിഗ്രി സെൽഷ്യസ് എന്താണ് ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുവരാൻ? അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുന്ന സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതിനെ നമ്മൾ സ്മോൾ c വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ക്യാപിറ്റൽ C, ഇത് സ്മോൾ c.
ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു യൂണിറ്റ് മാസ് എടുക്കുവാണെന്ന് വിചാരിക്കും, ഈ ഒരു യൂണിറ്റ് മാസ്. ഓക്കെ, ഈ ഒരു യൂണിറ്റ് മാസിൽ നമുക്ക് എത്ര ഹീറ്റ് കൊടുക്കണം ഇതിന് മൊത്തത്തിൽ 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? മനസ്സിലാവുന്നുണ്ടോ? മറ്റത് എന്തുവായിരുന്നു? മൊത്തത്തിൽ എത്ര ഹീറ്റ് കൊടുക്കണം 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് കൊണ്ടുവരാൻ. ഇതെന്തുവാ? ഒരു മാസിന്റെ ഒരു ഫുൾ സബ്സ്റ്റൻസിന്റെ ഒരു യൂണിറ്റ് മാസിൽ നമുക്ക് എത്രത്തോളം ഹീറ്റ് കൊടുക്കണം 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അത് ക്യൂ ഡെൽറ്റ ടി, പക്ഷെ ഇവിടെ ആരും കൂടെ ഉണ്ട്? മാസ്, യൂണിറ്റ് മാസും കൂടെ ഉണ്ടല്ലോ. അപ്പം എം ക്യൂ ഡെൽറ്റ ടി ആണ്. ഓക്കെ, ക്യൂ ഡിവൈഡഡ് ബൈ എം ഡെൽറ്റ ടി ആണ് എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്ക് തന്നെയാണ്? വാട്ടറിന് തന്നെയാണ്. ഇതിന്റെ യൂണിറ്റ് നോക്കിയേ. യൂണിറ്റ് നിങ്ങളൊരു കാര്യം എന്ത് ചെയ്യാ, ഈ ഒരു ക്ലാസ് കാണുമ്പം നോക്കാം, വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ഇനി ഈ ഒരു ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ആരാ? ഹീറ്റ് അല്ലേ? ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. ഹീറ്റിന്റെ ആണെങ്കിലും എനർജിയുടെ ആണെങ്കിലും വർക്കിന്റെ ആണെങ്കിലും യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂൾ തന്നെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു. ഓക്കെ, ജൂൾ പെർ കെൽവിൻ ആണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയോ ഇത് നോക്കിയേ, ജൂള്, ഇത് കിലോ, ടി, കെൽവിൻ. ഓക്കെ, ജൂൾ കിലോഗ്രാം റൈസ് ടു -1, കെൽവിൻ റൈസ് ടു -1 ആണ് ആരുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം എന്തായാലും നമ്മൾ വാട്ടറിനെ പറ്റിയാണ് പറഞ്ഞത്. വാട്ടറിന് അനോമലസ് പ്രോപ്പർട്ടി ഉണ്ട്. ആ അനോമലസ് എന്ന് വെച്ചാൽ വാട്ടർ ബാക്കിയുള്ള ലിക്വിഡ്സിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് പെരുമാറുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അനോമലസ് പ്രോപ്പർട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ഡിഗ്രി സെൽഷ്യസില് നമ്മുടെ വെള്ളത്തിന് എന്താണ്? മാക്സിമം ഡെൻസിറ്റിയും മിനിമം വോളിയവുമാണ്. ഓക്കെ, ഏതൊരു ലിക്വിഡും സത്യം പറഞ്ഞാല് ടെമ്പറേച്ചർ കൂട്ടി കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. വെള്ളവും അതുപോലെ തന്നെയാണ്. 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷം അത് നോർമലി ആണ് പെരുമാറുന്നത്. പക്ഷേ 0 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് എന്തുവാ ചെയ്യുന്നേ? ഇത് കുറച്ച് അബ്നോർമൽ ആയിട്ടാണ് ഈ വെള്ളം പെരുമാറുന്നത്. ഓക്കെ, അതാണ് എന്ന് പറഞ്ഞാല് 0-ൽ നിന്നും 4-ലോട്ട് വരാൻ നേരത്ത് വോളിയം എന്തുവാ ചെയ്യണ്ടേ? കൂടുകയല്ലേ ചെയ്യണ്ടേ? വോളിയം ഇങ്ങനെ ഡിഗ്രി ടെമ്പറേച്ചർ കൂടി വരുമ്പോൾ വോളിയം ഇങ്ങനെ കൂടി. പക്ഷെ ഇവിടെ വോളിയം എന്ത് ചെയ്യുക ചെയ്യുന്നത്? വോളിയം കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വോളിയം കൂടി വരും, പക്ഷെ ഇങ്ങോട്ട് വോളിയം എന്തുവാ ചെയ്യുന്നത്? കുറയുവാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 എന്ന് പറയുമ്പോൾ വോളിയം എന്ത് ചെയ്യുവാണ്? കുറഞ്ഞു വരുവാണ്. എന്നിട്ട് വോളിയം ഏറ്റവും കുറവ് വരും എവിടെ? 4 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ വോളിയം കൊണ്ടങ്ങ് കൂടും. ഓക്കെ, പിന്നെ ഒരു കാര്യം, വോളിയം ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് അറിയാലോ. വോളിയം കൂടുവാണെങ്കിൽ ഡെൻസിറ്റി കുറയും, വോളിയം കുറഞ്ഞാൽ ഡെൻസിറ്റി കൂടും. അപ്പൊ ഈ 4 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി മിനിമം വോളിയം കിട്ടുന്നത്. ഇത് വാട്ടറിന്റെ അനോമലസ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച്? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കെമിക്കൽ ചേഞ്ച്? മിൽക്ക് ടേണിംഗ് ഇൻ ടു കേർഡ്, സബ്ലിമേഷൻ ഓഫ് ഡ്രൈ ഐസ്, സാൻഡ് ഡിസോൾവിംഗ് ഇൻ വാട്ടർ, ഷുഗർ ഡിസോൾവിംഗ് ഇൻ വാട്ടർ. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ? തിരിച്ച് പിന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ നോക്കിയേ, സബ്ലിമേഷൻ ഓഫ് ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അത് ആ ഡ്രൈ ഐസ് ഇപ്പം എന്താണ്? അത് ഗ്യാസ് ആവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ സോളിഡ് ഗ്യാസ് ആവുകയാണെങ്കിൽ ആ ഗ്യാസിന് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് നമുക്ക് സോളിഡ് ആക്കാൻ പറ്റും. പക്ഷെ ഇതിന് നമ്മൾ പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് എന്നാണ്. പക്ഷെ കെമിക്കൽ ചേഞ്ച് എന്താണ്? ഒരു സബ്സ്റ്റൻസ് വേറൊരു സബ്സ്റ്റൻസ് ആയി മാറും. ഓക്കെ, പിന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തിരിച്ച് നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആൻസർ എന്ത് തന്നെയാണ്? മിൽക്ക് ടേണിംഗ് ഇൻ ടു കേർഡ്. മിൽക്ക് തൈരായി മാറുകയാണ്. തൈരിനെ വീണ്ടും മിൽക്ക് ആക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതിന്റെ അകത്ത് റിയാക്ഷൻസ് ഒക്കെ നടന്നത് എന്തായി? കേർഡായി മാറിപ്പോയി. കേർഡിനെ ഒരിക്കലും തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മിൽക്ക് ആക്കാൻ പറ്റത്തില്ല.
സാൻഡ് നമ്മൾ വെള്ളത്തിൽ മണൽ നമ്മൾ ഡിസോൾവ് ചെയ്യുവാണ്, അത് നമുക്ക് തിരിച്ച് വീണ്ടും മണലിനാക്കി വെള്ളം എന്താണ് ആവിയായി പോകുമോ വെള്ളം മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ സാൻഡ് നമുക്ക് തിരിച്ചു കിട്ടും. അതേപോലെ തന്നെ ഷുഗറും ഇവിടെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. കേടായത് തന്നെയാണ്, തിരിച്ച് മിൽക്ക് ആക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കെമിക്കൽ ചേഞ്ചസ്. ഇത് എന്താണ് റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയാം. അപ്പൊ ആൻസർ എന്താണ് മിൽക്ക് ടേണിംഗ് ഇൻ ടു കേർഡ് ആണ്. അതേപോലെ തന്നെ അയൺ റസ്റ്റ് എന്ന് പറഞ്ഞാല് എന്താണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കത്തില്ലേ, അതും വീണ്ടും തിരിച്ച് നമുക്ക് ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ എന്താണ് അത് കെമിക്കൽ ചേഞ്ചുകളാണ്. ഓക്കെ, അടുത്തത് who proposed that all matter was composed of atoms that are indivisible and indestructible building blocks. എന്ന് പറഞ്ഞാൽ ഏതൊരു മാറ്ററിനെ എടുത്താലും അതിനെ ആറ്റംസ് കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ആര് തന്നെയാണ്? ഓക്കെ, ബി ഓപ്ഷൻ ആണ്, ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റംസ് ഏതൊരു മാറ്ററിനെ എടുത്താലും എന്തുകൊണ്ടിട്ടാണ് അതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്? ആറ്റംസ് എന്നാണ്. ആര്? ജോൺ ഡാൾട്ടൺ. പിന്നെ അതിനുശേഷം ആറ്റത്തിന്റെ ഉള്ളിലും ഇലക്ട്രോൺസ് പ്രോട്ടോൺസും ഉണ്ട് എന്നൊക്കെ പിന്നെ കണ്ടുപിടിച്ചു. അല്ലാണ്ട് ഡാൾട്ടൺ പറഞ്ഞത് എന്താണ്? ഏതൊരു മാറ്ററിന്റെയും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റംസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ജെ തോമസൺ എന്താ കണ്ടുപിടിച്ചേ? ജെ തോമസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോമസൺ ആണ്. അതേപോലെ തന്നെ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. ഓക്കെ, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്തായാലും ഏതൊരു മാറ്ററിനെ എടുത്താലും അത് ആറ്റംസ് കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആര് പറഞ്ഞു? ജോൺ ഡാൾട്ടൺ പറഞ്ഞു. Okay, next question. According to which of the following law a given chemical substance always contains the same elements combined in a fixed ratio by weight? Okay, എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുവാണ്. ഓക്കെ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അതിപ്പോ അല്ലാണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തെടുത്ത കാർബൺ ഡൈ ഓക്സൈഡ്, ഏത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും അത് എന്ത് തന്നെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് 12, അതേപോലെ തന്നെ ഓക്സിജൻ വെയിറ്റ് ആണ് ഞാൻ എഴുതുന്നത്. കാർബണിന്റെ എത്രയാണ്? 12 ഗ്രാം ആണെന്ന് വിചാരിക്കുക. ഒരു ഓക്സിജന്റെ 16, 2 32. ഓക്കെ, ഇതായിരിക്കും ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇതിപ്പോ ഞാൻ ഏത് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും ഞാൻ അല്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും നമ്മുടെ അല്ലാണ്ട് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും എപ്പോഴും ഈ ഒരു റേഷ്യോ ഇത് തന്നെയായിരിക്കും, മാറാൻ പോകുന്നില്ല. അതാണ് പറയുന്നത് എ ഗിവൺ കെമിക്കൽ സബ്സ്റ്റൻസ് ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം എലമെന്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോയിലായിരിക്കും ബൈ വെയിറ്റ് വെച്ചിട്ട് ഒരു ഫിക്സഡ് റേഷ്യോയിൽ തന്നെയായിരിക്കും ഇവരുണ്ടാവുക. അതിപ്പോ എവിടെ നിന്ന് കിട്ടിയ ഏത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ആ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ ഇത്രയായിരിക്കും, ഓക്സിജൻ ഇത് തന്നെയായിരിക്കും. ഓക്കെ, ഇത് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്ന് പറയും. ഓക്കെ, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. ഓക്കെ, നമ്മുടെ കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കെമിക്കൽ ലോസും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. അപ്പം അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ്. ഓക്കെ, അപ്പം കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും പുതിയൊരു എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫോമിൽ നിന്നും വേറൊരു ഫോമിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനർജീനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാല് ഇപ്പം CaCO3. ഓക്കെ, ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് CaOയും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഓക്കെ ഉണ്ട്. ഓക്കെ, അപ്പം CaCO3നെ CaOയും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പം ഇതിപ്പം ഞാൻ ഒരു 10 ഗ്രാം ആണ് എടുത്തതെന്ന് വിചാരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു 4.4 ഗ്രാം ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ CaO
ക്വിക്ക് ലൈം എന്നൊക്കെ പറയുന്നത്. ഈ ഒരു കാൽഷ്യം ഓക്സൈഡ് എത്രയായിരിക്കും? 5.6 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 10 വരണം. ഇവിടെ 10 ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് നമ്മുടെ റിയാക്ടന്റ് അളവും പിന്നെ ഉണ്ടാകുന്ന പ്രോഡക്റ്റിന്റെ അളവും എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഒരിക്കലും മാറത്തില്ല. എനർജി പോലെ തന്നെ മാസും എന്താണ്? കൺസേർവ്ഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ്? ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളത് ഇതില് ആർക്ക്? ഏത് ഓപ്ഷനാണ്? ഏതാണ് നോക്കിയേ? HNO2, H1, നൈട്രജൻ 1, ഓക്സിജൻ 2 ഉണ്ട്. ഓക്കെ, ഇപ്പൊ എത്ര ആയി? 1, 1, 2, എത്രയാണ്? 4. ഓക്കെ, ഇത് 2 ഉണ്ട്. ഹൈഡ്രജൻ 2 ഉണ്ട്. ഇത് H2SO4 ആണ്. H2SO4 ആണ്. ഓക്കെ, ഇത് സൾഫർ 1, ഓക്സിജൻ 4 ഉണ്ട്. അപ്പൊ ഇപ്പൊ എത്രയായി? 7 ആയി. കാർബൺ ഡയോക്സൈഡ് 1, ഓക്സിജൻ 2, 3 ആയി. കാൽഷ്യം 1 ഇവിടെ ട്വൈസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് 2, ഇത് 2. ഓക്കെ, 4, 1 എത്രയാ? 5. അപ്പൊ ആർക്കാ ഏറ്റവും കൂടുതൽ? 7. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ എണ്ണം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ള കോമ്പൗണ്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ H2SO4 ആണ്. സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി എന്താണ് മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഡൈ അറ്റോമിക് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ട്രൈ അറ്റോമിക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു ആറ്റം മാത്രമേ ഉള്ളെങ്കിൽ അത് മോണോ അറ്റോമിക്. ഓക്കെ, ഇപ്പം ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഗ്യാസസ് ഒക്കെ എങ്ങനെയാണ്? ഒറ്റയ്ക്ക് നിൽക്കണം. ഒരു ആറ്റമായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് എന്ത്? മോണോ അറ്റോമിക്. ഡൈ അറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജൻ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ എഴുതി കണ്ടിട്ടുണ്ടോ? H ഇല്ല, ഹൈഡ്രജൻ 2 ചേർന്നേ നിൽക്കത്തുള്ളൂ. H2, O2, ഓക്കെ, Cl2, Br2. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇവരെ റെപ്രസെന്റ്. ഇതാണ് ഡൈ അറ്റോമിക്. 2 വേണം. ട്രൈ അറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? 3. ഇപ്പൊ ഓസോൺ, O3 അല്ലേ ഓസോൺ എന്ന് പറയുന്നേ. ഇതെന്താണ്? ട്രൈ അറ്റോമിക് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ എഴുതിയ കാർബൺ ഡയോക്സൈഡ് ഇതിൽ 3 അല്ലേ? ഇതും എന്താണ്? ട്രൈ അറ്റോമിക് ആണ്. വാട്ടർ H2O ഇതിൽ 2, ഇത് 1, എത്ര? 3. ഇത് ട്രൈ അറ്റോമിക് ആണ്. ഓക്കെ, ടെട്രാ അറ്റോമിക് ഉണ്ട്. ടെട്രാ അറ്റോമിക് ആരാണ്? നമ്മുടെ ഫോസ്ഫറസ്. P4 എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇതെന്താണ്? ടെട്രാ അറ്റോമിക് ആണ്. ഇത് നോക്കിയേ, ഇത് HNO2 ഇതിലും എന്താണ്? ടെട്രാ അറ്റോമിക് ആണ്. 4 ഉണ്ട്. ഓക്കെ, P4 ഫോസ്ഫറസ് ഒറ്റയ്ക്ക് അത് എന്താണ്? ടെട്രാ അറ്റോമിക് ആണ്. ഇനി പോളി അറ്റോമിക് ഉണ്ട്, കൂടുതലായിട്ട് വരുന്നത്. അല്ലെങ്കിലും മോണോ അറ്റോമിക് അല്ലെങ്കിൽ ഡൈ അറ്റോമിക് ശേഷമുള്ളവരെയൊക്കെ നമുക്ക് എന്ത് പറയാം? ആ പോളി അറ്റോമിക് ആണെന്ന് പറയാം. ഓക്കെ, ഈ ഒരു പോളി അറ്റോമിക്കിൽ വരും. ബാക്കി നമ്മൾ ഈ എഴുതിയ സൾഫ്യൂരിക് ആസിഡ്, CaOH ട്വൈസ്, ഓക്കെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ പോളി അറ്റോമിക്കിൽ വരും. അതേപോലെ തന്നെ S8, ഓക്കെ, സൾഫറിന്റെ, അതൊക്കെ എന്താണ്? പോളി അറ്റോമിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? എണ്ണി നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. Okay, next question. Which of the following statement regarding the reaction is incorrect? ഈ ഒരു റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്? ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ലെഡ് ഓക്സൈഡ് കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ലെഡ് ഇതാ ഇവിടെ വന്നു, ആ ഓക്സിജൻ ഇങ്ങോട്ട് വന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ആയി. ഇതിൽ എന്താ സംഭവിച്ചേ? നോക്കിയേ, ഇതിൽ നിന്നും ഓക്സിജൻ പോയി. ഓക്കെ, PbOയിൽ നിന്നും ഓക്സിജൻ പോയി. ഇതാണ് എന്ത്? റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, കാർബണിൽ ഓക്സിജൻ ഇല്ലായിരുന്നു, പക്ഷെ കാർബണിൽ ഇവിടെ വന്നപ്പോൾ ഓക്സിജൻ വന്നു. ഇതാണ് ഓക്സിഡൈസേഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ. ഓക്കെ, അപ്പൊ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ പോകുന്നത്, ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഇത് റിഡക്ഷൻ റിയാക്ഷനും ഇതെന്താണ്? ഓക്സിഡേഷൻ റിയാക്ഷനും ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ്? കാർബൺ ഡയോക്സൈഡ് ഈസ് ബീങ് ഓക്സിഡൈസ്ഡ്. കാർബൺ ഡയോക്സൈഡ് ഓക്സിഡൈസ് ആയോ? കാർബൺ അല്ലേ ഓക്സിഡൈസ് ആയത്? കാർബൺ ഓക്സിഡൈസ് ആയി, കാർബൺ ഡയോക്സൈഡ് ഇവിടെ ഓക്സിഡൈസ് ആയില്ലല്ലോ. അപ്പൊ ഇത് തെറ്റ്. ലെഡ് ഈസ് ബീങ് റെഡ്യൂസ്ഡ്. ലെഡ് ആണോ റെഡ്യൂസ് ആയത്? അല്ല, PbO ആണ് റെഡ്യൂസ് ആയത്. ലെഡ് ഓക്സൈഡ് ആണ് റെഡ്യൂസ് ആയി ലെഡ് ആയത്, അല്ലാണ്ട് ലെഡ് അല്ല റെഡ്യൂസ് ആയത്. അപ്പൊ അതും തെറ്റ്. അപ്പൊ പിന്നെ നമ്മുടെ ആൻസർ എന്താണ്? AB. ഇവിടെ ചോദിച്ചേക്കുന്നത് തെറ്റായിട്ടുള്ളതല്ലേ? കറക്റ്റ് ആണെങ്കിൽ നമുക്ക് CD എടുക്കാമായിരുന്നു. തെറ്റായിട്ടുള്ളത് ആരാണ്? A B ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതേപോലെ തന്നെ ഒത്തിരി റിയാക്ഷൻസ് ഉണ്ട്. കോമ്പിനേഷൻ റിയാക്ഷൻ ഉണ്ട്.
കോമ്പിനേഷൻ റിയാക്ഷൻ. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? കമ്പൈൻ ആവുക. ഓക്കെ, എന്ന് പറഞ്ഞാല് എന്താണ് ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ ഏതാണ് കാൽഷ്യം ഓക്സൈഡും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യാം? കാൽഷ്യം കാർബണേറ്റ് ആവാം. ഓക്കെ, ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. അല്ലെങ്കിൽ H2 O2 കൂടെ ചേർന്നിട്ട് വാട്ടർ ഫോം ചെയ്യാം. ഓക്കെ, O2 കൂടെ ഹാഫ് ഇട്ട് കൊടുക്കണം, എന്നാലേ ബാലൻസ് ആവത്തുള്ളൂ. അപ്പൊ വാട്ടർ ആവും. ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഉണ്ട്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, അതെന്താണ്? ഇത് തിരിച്ചെഴുതിയാൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ CaCO3 എന്താവുകയാണ്? CO2ഉം CaOയും ആവുകയാണ്. ഇതെന്തായി? ഇതിന് ഡീകമ്പോസ് ആയി, സ്പ്ലിറ്റ് ആയി. ഈ ഒരു വലിയ കോമ്പൗണ്ട് സ്പ്ലിറ്റ് ആയി വേറെ രണ്ട് കോമ്പൗണ്ട്സ് ആയി. ഇതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. രണ്ടുപേരും ചേർന്ന് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അത് കോമ്പിനേഷൻ റിയാക്ഷൻ. തിരിച്ചാണെങ്കിൽ എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, ഇത് നിങ്ങൾ കോമ്പിനേഷനിൽ എഴുതണ്ട, ഇത് ഡീകമ്പോസിഷനിൽ എഴുതിയിരുന്നാൽ മതി. ഓക്കെ, ഡീകമ്പോസിഷനിലാണ് ഇത്. കോമ്പിനേഷനിൽ ഇത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ കാർബണും ഓക്സിജനും കൂടെ ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്, ഇതൊക്കെ കോമ്പിനേഷനിൽ ഓർത്തിരിക്കും. ഡീകമ്പോസിഷൻ ആണ് ഇത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ, അയൺ കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് വിചാരിക്കും. എന്നിട്ട് ഈ കോപ്പറിനെ എടുത്ത് കളഞ്ഞിട്ട് അയൺ ആരുടെ കൂടെ വരും? സൾഫേറ്റിന്റെ കൂടെ വരും. അയൺ സൾഫേറ്റ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കോപ്പറിനെ വെച്ച് നോക്കുമ്പോൾ അയൺ ഭയങ്കര റിയാക്റ്റീവ് ആണ്. അപ്പൊ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ലെസ് റിയാക്റ്റീവിനെ എടുത്ത് പുറത്ത് കളയും, അതിനെ സെപ്പറേറ്റ് ചെയ്യും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഈ അയൺ വന്നിട്ട് കോപ്പറിനെ എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തു. അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ഒത്തിരി കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ ആ റിയാക്ഷൻസ് നിങ്ങളുടെ ഏത് എക്സാമിനാണെങ്കിലും എപ്പോഴും ചോദിക്കുന്നതാണ്. കെമിസ്ട്രിയിലെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ കെമിസ്ട്രി നിങ്ങൾ പഠിക്കാൻ നേരത്ത് കൃത്യമായിട്ടും റിയാക്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കിയിരിക്കുക. കോമ്പിനേഷൻ റിയാക്ഷൻ ഉണ്ട്, ഡീകമ്പോസിഷൻ, അതേപോലെ ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ എന്താണ് റിഡക്ഷൻ റിയാക്ഷൻ ഉണ്ട്, ഓക്സിഡേഷൻ റിയാക്ഷൻ ഉണ്ട്. ഈ റിയാക്ഷൻ ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് സൂയിസൈഡൽ ബാഗ് ഓഫ് ദി സെൽ? ഒരു സെല്ലിന്റെ സൂയിസൈഡൽ ബാഗ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ലൈസോസോം. ഓക്കെ, ലൈസോസോമിനെയാണ് സൂയിസൈഡൽ ബാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ലൈസോസോമിന്റെ അകത്ത് എന്തുണ്ട്? എൻസൈംസ്, നല്ല പവർഫുൾ ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. ഓക്കെ, ഈ എൻസൈംസിനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് തന്നെ ഇതിനെ, ഈ ലൈസോസോംസിനെ അറിയപ്പെടുന്നതാണ് ഡൈജസ്റ്റീവ് ബാഗ് എന്നറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. സെല്ലിലെ സൂയിസൈഡൽ ബാഗ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ലൈസോസോം ആണ്. റൈബോസോമിനെ അറിയപ്പെടുന്നത് പ്രോട്ടീൻ ഫാക്ടറി എന്നാണ്. സെല്ലിന്റെ ഉള്ളിൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആളാണ് നമ്മുടെ റൈബോസോം. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്നതാണ് എന്ത്? പ്രോട്ടീൻ ഫാക്ടറി. ഓക്കെ, ഡിക്റ്റിയോസോംസ് എന്ന് പറയുന്നത് ആരെ തന്നെയാണ്? ഗോൾഗി ബോഡീസിനെയാണ്. ഗോൾഗി ബോഡീസിനെ ഡിക്റ്റിയോസോംസ് എന്നും, പ്ലാന്റ്സിന്റെ കേസിൽ ഡിക്റ്റിയോസോംസ് എന്നായിരിക്കും കൂടുതൽ അതിനെ കാണുക. ഈ ഗോൾഗി ബോഡീസിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻസിനെയും അതേപോലെ തന്നെ ലിപ്പിഡ്സിനെയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യല്ല, ലിപ്പിഡ്സ്. ഓക്കെ, ലിപ്പിഡ്സിനെ ഒക്കെ പാക്ക് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാം. പാക്കും ചെയ്യുക, ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുകയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഗോൾഗി ബോഡീസിന്റെ. അതുകൊണ്ട് തന്നെ ഇതിനെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടാറുണ്ട്. ട്രാഫിക് പോലീസ് ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ, അപ്പം ഒരു സെല്ലിന്റെ അടുത്ത് തന്നെ ഒത്തിരി സെല്ലുകൾ ഉണ്ടാവൂലേ? അടുത്ത സെല്ലിൽ എന്തെങ്കിലും പ്രോട്ടീന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ സെല്ല് കൊടുക്കണമല്ലോ. അപ്പൊ എത്ര കൊടുക്കണം കൊടുക്കണ്ടെന്ന് തീരുമാനിക്കുന്ന ഗോൾഗി ബോഡിയാണ്. അതുകൊണ്ട് ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടും. ഓക്കെ, ഫാഗോസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഫാഗോസൈറ്റുകൾ ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഫോറിൻ ആയിട്ടുള്ള ഒബ്ജക്ട്സ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ടൈപ്പ് എന്താണ് ഓർഗനലാണ് ഏതെന്ന് പറയുന്നത്? ഫാഗോസോം എന്ന് പറയും. ഓക്കെ, ലൈസോസോം വിഴുങ്ങിയല്ല നശിപ്പിക്കുന്നത്. ഇതെന്ത് ചെയ്യും? എൻസൈംസിനെ പുറത്തോട്ട് വിട്ടിട്ട് എന്ത് ചെയ്യും? ആ എൻസൈംസ് വന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ചോളും. ഫാഗോസോംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഴുങ്ങി എൻഗൾഫ് ചെയ്ത് ഇല്ലാണ്ടാക്കുന്നതാണ് ഫാഗോസോംസ്. ഓക്കെ, അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയനെ എന്തെന്നാ അറിയപ്പെടുന്നേ? പവർ ഹൗസ് ഓഫ് ദ സെൽ. സെല്ലിന്റെ ഉള്ളിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസിനെയാണ് സെല്ലിന്റെ ബ്രെയിൻ, മാനേജർ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെൽ ഓർഗനിൽ ഏതാ?
ഏറ്റവും ലാർജസ്റ്റ് സെൽ ഓർഗനൽ. ഓക്കെ, ഈ എഴുതി വെച്ചേക്കുന്നതെല്ലാം ഓർഗനൽസ് ആണ്. അതിൽ ഏറ്റവും വലുത് ആരാണ്? ന്യൂക്ലിയസ്. ഏറ്റവും ചെറുതോ? റൈബോസോം ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെൽ ഓർഗൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം സെല്ലില് ഉള്ളിലായിട്ട് ഇങ്ങനെ ഒത്തിരി ഓർഗനൽസ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തരെയും ഓരോ പേര് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രസന്റ് ഇൻ DNA ബട്ട് ആബ്സെന്റ് ഇൻ RNA? DNAയിലുണ്ട് പക്ഷെ RNAയിൽ ഇല്ല. ആരാണ്? ഓക്കെ, DNA-യിലുള്ള നൈട്രജൻ ബേസുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നൈട്രജൻ ബേസുകൾ. ഓക്കെ, 4 നൈട്രജൻ ബേസ് ഉണ്ട് DNA-ക്ക്. ആരൊക്കെയാണെന്ന് അറിയാവോ? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ DNA-യുടെ നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്. RNA-ക്കും നൈട്രജൻ ബേസുകൾ ഉണ്ട്, പക്ഷേ RNA-ക്ക് തൈമിൻ ഇല്ല. തൈമിന് പകരം RNA-ക്ക് ഉള്ളത് യുറാസിലാണ്. ബാക്കി അഡിനിനും ഗ്വാനിനും സൈറ്റോസിനും ഒക്കെ ഉണ്ട്, പക്ഷേ തൈമിൻ ആർക്കില്ല? RNA-ക്ക് ഇല്ല. RNA-ക്ക് പകരമുള്ള നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിലാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? തൈമിനാണ്. Which of the following is present in DNA but absent in RNA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? തൈമിനാണ്. തൈമിൻ അല്ല RNA-ക്ക് ഉള്ളത്. RNA-ക്ക് ഉള്ളത് എന്താണ്? യുറാസിലാണ്. അതാണ് അതിന്റെ നൈട്രജൻ ബേസ്. ഓക്കെ, ഇനി DNA-യുടെ ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA-യുടെ ആണെങ്കിലോ റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ഇതെന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ DNA-യുടെ ഷുഗർ ഏതാന്ന് ചോദിച്ചാൽ DNA-ക്ക് ഷുഗർ ഉണ്ട്. ഓക്കെ, നൈട്രജൻ ബേസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്. ഓക്കെ, ഒരു DNA-യുടെ 3 കമ്പോണൻസ് എന്തൊക്കെയാണ്? 1 നൈട്രജൻ ബേസ്, 2 ഷുഗർ, 3 ഫോസ്ഫേറ്റ്. ഇങ്ങനെ 3 കോമ്പൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ DNA-നെ ഫോം ചെയ്തിരിക്കുന്നത്. അതിലെ DNA-യുടെ ഷുഗർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. RNA-യുടെ ഷുഗർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിയോക്സി റൈബോസ് അല്ല, വെറും റൈബോസ് ഷുഗർ. ഓക്കെ, RNA-യുടെ റൈബോസ് ഷുഗർ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആരാണ്? DNA ആണ്. നമ്മുടെ ക്യാരക്ടേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ DNA. ഈ DNA ഒരു സെല്ലിന്റെ ഉള്ളിൽ എവിടെയാണ്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ അകത്താണ് നമുക്ക് ആര് പ്ലേസ് ചെയ്തേക്കുന്നത്? DNA-നെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ body is bile juice produced? bile juice എവിടെയാണ്? ഹാർട്ട്, ലങ്സ്, കിഡ്നി, ലിവർ. എവിടെയാണ്? ബൈൽ എന്ന് പറയുന്ന കെമിക്കലാണ്. ഈ കെമിക്കൽ റിലീസ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ലിവറിൽ നിന്നാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ആരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ലിവറിനെ കെമിക്കൽ ഫാക്ടറി എന്ന് അറിയപ്പെടും. നമ്മുടെ ബോഡിയിലെ കെമിക്കൽ ഫാക്ടറി, കെമിക്കൽ ലബോറട്ടറി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ലിവറാണ്. ആ ലിവർ തരുന്ന കെമിക്കലാണ് ഏത്? ബൈൽ. ഓക്കെ, ബൈലിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫാറ്റിനെ ഒന്ന് ചെറുതാക്കുക. ഓക്കെ, അതാണ് ഫാറ്റ് ഇമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റ് ഇല്ലേ, ആ ഫാറ്റിനെ ഒന്ന് ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ബൈല് സഹായിക്കുന്നുണ്ട്. അതിനെയാണ് ഫാറ്റ് ഇമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കിഡ്നി എന്താ ചെയ്യുന്നേ? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും. ഓക്കെ, ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് അതിൽ നിന്നും എന്ത് ചെയ്യും? യൂറിയ പുറത്തോട്ട് കളയും. ഓക്കെ, ലങ്സും എന്താണ് ചെയ്യുന്നത്? അതും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുവാണ്, പക്ഷേ എന്താ പുറത്തോട്ട് കളയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് കളയും. ഓക്കെ, ഇത് ബ്ലഡിൽ നിന്നും എന്ത് ചെയ്യും? യൂറിയ പുറത്തോട്ട് കളയും. ഹാർട്ട് എന്താണ്? ഹാർട്ട് നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മളെ പമ്പ് ചെയ്യുന്ന ഹാർട്ട് നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്ത് എല്ലായിടത്തും കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഓർഗൻ ആരാണ്? ഹാർട്ടാണ്. ഓക്കെ, ഹാർട്ടിന് എത്ര ചേമ്പേഴ്സ് ഉണ്ട്? നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 2 ഓറിക്കിളും 2 വെൻട്രിക്കിളും. ക്ലിയർ ആണല്ലോ. ഈ ബൈലിനെ പറ്റി പറഞ്ഞപ്പം ബൈലിന്റെ പിഗ്മെന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ബൈൽ എന്ന് പറയുന്നത് എന്താണ്? പിത്തം. ഓക്കെ, അത് എന്താണ്? പിത്തരസം. ഓക്കെ, ഇത് ഒരു മഞ്ഞ കളറാണ്. ഈ മഞ്ഞ കളർ കൊടുക്കുന്നത് 2 പിഗ്മെന്റുകൾ ചേർന്നിട്ടാണ്. ഓക്കെ, ആ പിഗ്മെന്റിന്റെ പേര് ഓർത്തിരിക്കുക. ബിലിറൂബിനും ബിലിവെർഡിനും. ഓക്കെ, ബിലിറൂബിനും ബിലിവെർഡിനും ഈ 2 പിഗ്മെന്റുകൾ ചേർന്നിട്ടാണ് ബൈലിന് ഒരു മഞ്ഞ കളർ കൊടുക്കുന്നത്.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അടുത്തത്, വിച്ച് പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബ്രെയിൻ ഈസ് എ സെന്റർ ഫോർ ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമോഷൻസ്? നമ്മുടെ ബുദ്ധി, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് അത് ആരുണ്ടോണ്ടാണ്? ആരാണ്? സെറിബ്രം. ഓക്കെ, സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ഇന്റലിജൻസ്, മെമ്മറി, നമുക്ക് പഠിക്കാൻ, നമ്മുടെ ഇമോഷൻസ് ഒക്കെ ആരാണ്? നമ്മുടെ സെറിബ്രമാണ്. ഓക്കെ, ബ്രെയിനിന്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ആണ് ഏതെന്ന് പറയുന്നത്? സെറിബ്രം. എന്താ കോർപ്പസ് കലോസം? നിങ്ങൾക്ക് അറിയാലോ, സെറിബ്രം രണ്ട് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയും. റൈറ്റ് ലെഫ്റ്റ് സെറിബ്രം ഉണ്ട്. ഈ രണ്ട് സെറിബ്രത്തിനെ കൂടെ ചേർത്ത് വെക്കുന്ന ആ ഒരു ലെയറിനെ പറയുന്ന പേരാണ് എന്ത്? കോർപ്പസ് കലോസം. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് റൈറ്റ് സെറിബ്രത്തിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വെക്കുന്ന ആ ലെയറിനെ പറയുന്ന പേരാണ് എന്ത്? കോർപ്പസ് കലോസം എന്ന് പറയും. ഓക്കെ, പിന്നെ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്താണ്? നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ മെയിൻ ആളാണ് ഹൈപ്പോതലാമസ്. ഓക്കെ, മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അത് മാത്രമല്ല, നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും ആര് സഹായിക്കും? ഹൈപ്പോതലാമസ് സഹായിക്കും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹൈപ്പോതലാമസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ദാഹം, അതേപോലെ വിശപ്പ്, ഈ കാര്യങ്ങളൊക്കെ തോന്നിപ്പിക്കുന്നത് ആരാണ്? അത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ബ്രെയിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, ഈ ഫോർ ബ്രെയിനിൽ വരുന്നതാണ് ആര്? സെറിബ്രം. ഓക്കെ, ഹൈൻഡ് ബ്രെയിനിലാണ് ആരൊക്കെ വരുന്നത്? സെറിബെല്ലോ, അതേപോലെ തന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ്. ഓക്കെ, സെറിബ്രം ഫോർ ബ്രെയിനിലാണ്. ഹൈൻഡ് ബ്രെയിനിലാണ് ആരൊക്കെ വരുന്നത്? സെറിബെല്ലോ, മെഡുല്ല ഒബ്ലോങ്കേറ്റ്. ഫോർ ബ്രെയിനെയും ഹൈൻഡ് ബ്രെയിനെയും കണക്ട് ചെയ്യുന്നതാണ് ആര്? മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. സെറിബെല്ലോ എന്തുവാ? നമ്മളെ ഇപ്പം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആളുടെ ഫസ്റ്റ് അഫക്ട് ചെയ്യുന്ന ബ്രെയിനിന്റെ ഏത് പാർട്ടാണ്? ഏതാണ്? സെറിബെല്ലത്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നേരെ നടക്കാനായിട്ട് പറ്റത്തില്ല. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ് നമ്മുടെ ബോഡിയിൽ നമ്മളിപ്പം അറിയാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ശ്വാസം എടുക്കുന്നുണ്ട്, നമ്മളെ നെഞ്ചിടിക്കുന്നുണ്ട്, നമ്മൾ ചിലപ്പം വോമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ സ്നീസ് ചെയ്യും. ഇതെല്ലാം നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ലല്ലോ. ഇങ്ങനെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം മെമ്മറി, ഇന്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്താണ്? സെറിബ്രം ആണ്. നമ്മുടെ ബോഡി ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സെറിബെല്ലം. മെഡുല്ല ഒബ്ലോങ്കേറ്റ് മെയിൻ ആയിട്ട് നമ്മുടെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The cells of the pancreas that produce insulin are called what? എന്ന് പറഞ്ഞാല് നമ്മുടെ പാൻക്രിയാസ് ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറിൽ നമ്മുടെ സ്റ്റൊമക്കിന് താഴെയായിട്ട് പ്ലേസ് ചെയ്തേക്കുവാണ് പാൻക്രിയാസിനെ. ഈ പാൻക്രിയാസ് നമുക്ക് എന്താണ്? ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ആര്? ആ പാൻക്രിയാസ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഹോർമോൺസ് തരുന്നുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം മാത്രമല്ല, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ എൻഡോക്രൈനിലാണ് പറയുന്നത്. എൻഡോക്രൈനിൽ ഇത് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. പാൻക്രിയാസിന്റെ അകത്ത് 3 ടൈപ്പ് സെല്ലുകളുണ്ട്: ആൽഫ, ബീറ്റ, ഡെൽറ്റ. ഓക്കെ, ഈ സെല്ലുകളാണ് എന്ത് ചെയ്യുന്നത്? ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത്. ഈ ആൽഫേനെയും ബീറ്റേനെയും ഡെൽറ്റേനെയും കൂടെ 3 പേരെയും കൂടെ ചേർത്തിട്ട് വിളിക്കുന്ന പേരാണ് ഐലിറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ പാൻക്രിയാസിലെ ഐലിറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ആൽഫ റിലീസ് ചെയ്യുന്നതാണ് എന്ത്? ഗ്ലൂക്കോഗോൺ. ബീറ്റ റിലീസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. ഡെൽറ്റ റിലീസ് ചെയ്യുന്നതാണ് എന്ത്? സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയും. ഓക്കെ, ഇൻസുലിനും ഗ്ലൂക്കോഗോണും അമിതമായിട്ട് ഉണ്ടാവാതെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആണ് ഏത്? സൊമാറ്റോസ്റ്റാറ്റിൻ. ഓക്കെ, ഇൻസുലിൻ നിങ്ങൾക്ക് അറിയാം, ഷുഗർ കൂടിയ ആൾക്ക് കുത്തിവെക്കുന്ന എന്താണ്? ഇൻസുലിൻ ആണ്. ഓക്കെ, ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻസുലിൻ ഷുഗർ കുറയ്ക്കാനും ഗ്ലൂക്കോഗോൺ ഷുഗർ കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ പാൻക്രിയാസ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും നമ്മളെ സഹായിക്കുന്നുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റത്തിലെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം
ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ സയൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം എല്ലാവർക്കും എന്താണ് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസിന് റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ ക്ലാസ് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ഓക്കെ, താങ്ക് യു.